വീണുവേട്ട, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ പാട്ടിന് പൊക്കളയുമേ. പിന്നെ നിങ്ങൾ അമ്മയും മോനും കൂടി എന്താണെന്ന് വച്ചാൽ ആയിക്കോ. എൻ്റെ സുമിത്രയെ ഒന്ന് പതുക്കെ പറ, അമ്മ കേൾക്കും. അവർ കേൾക്കട്ടെ, കേൾക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത്. എന്തൊക്കെ വൃത്തികേടുകളാ അവരവിടെ കാണിച്ചു കൂടുന്നത് വീണുവേട്ട. മലവും മൂത്രവും ഇതെത്ര നാളായി ഞാൻ കോരുവാൻ തുടങ്ങിയിട്ട്. ഇതിനൊരു അവസാനവും ഇല്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? സിനിമയിൽ കാണുന്നത് പോലെ ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴും ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയോ പുറത്തിരുന്ന് ആഹാരം കഴിക്കുകയോ അതൊക്കെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. എന്തിനേറെ പറയണം, സ്വന്തം വീട്ടിൽ പോലും ഒരു രാത്രി തികച്ചു നിന്നിട്ടില്ല. അപ്പോഴൊക്കെ തളർന്നു കിടക്കുന്ന നിങ്ങളുടെ അമ്മയെ വിട്ട് നിങ്ങൾ വരില്ല എന്നല്ലേ പറയാറ്? എന്റെ ഈശ്വര, കാലനും വേണ്ടല്ലോ ഈ ജന്തുവിനെ. അതും കൂടി കേട്ടപ്പോൾ അത്രയും നേരം സംയമനം പാലിച്ചു നിന്ന വേണുവിന്റെ സകല നിയന്ത്രണങ്ങളും തെറ്റി. അവൻ സുമിത്രയുടെ കരണം നോക്കി ആഞ്ഞടിച്ചു. അവളുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. കയ്യിലിരുന്ന അവരുടെ കുഞ്ഞ് ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. കയറിപ്പോടിയകത്ത്, അവൻ അലറി. സുമിത്ര കുഞ്ഞിനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടടുത്തുള്ള മുറിയിൽ അവന്റെ അമ്മ ഏങ്ങി കരയുന്നുണ്ടായിരുന്നു. അമ്മ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. വേണുവിന്റെയും സുമിത്രയുടെയും വിവാഹം കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രഷർ കൂടി ഞരമ്പ് പൊട്ടിയതും 1 വർഷം മുഴുവനായി തളർന്നു പോയതും. സംസാരശേഷിയും അതോടൊപ്പം നഷ്ടമായി. അന്നു മുതൽ അവളാണ് ഇഷ്ടമല്ലഞ്ഞിട്ട് കൂടിയും അമ്മയെ നോക്കുന്നത്. അമ്മയെ കുറച്ച് പണം ചിലവായാൽ കൂടിയും ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ ആക്കണം, അതാണ് അവളുടെ ആവശ്യം. അവൻ മുറിയിൽ ചെല്ലുമ്പോഴേക്കും അവൾ കുഞ്ഞിൻ്റെയും അവളുടെയും വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതാണ് കണ്ടത്. എനിക്കുകൊണ്ടൊരു വീട്, ഇത്രയുമൊക്കെ നോക്കിയിട്ടും എന്നെ തല്ലിയേക്കുന്നു. പെട്ടെന്ന് ഞാൻ ഒന്നിനും കൊള്ളാത്തവളായല്ലേ? എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. അമ്മയെ എന്നും നിങ്ങൾ ഉപേക്ഷിച്ചു വരുന്നു, അന്നേ ഉള്ളൂ സുമിത്ര ഇനി ഇങ്ങോട്ട്. അവൾ കുഞ്ഞിനെയും കൊണ്ട് പോകാനിറങ്ങി. സുമി പ്ലീസ്, നീ പോകരുത്. പെട്ടെന്ന് നീ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ തല്ലിപ്പോയതാണ്. എല്ലാം ശരിയാണ്, ഞാൻ എല്ലാം മറന്നു. നീ പറയുന്നത് പോലെ നമുക്ക് അമ്മയെ മറ്റൊരിടത്താക്കാം. എനിക്ക് കുറച്ച് സമയം വേണം. ഒരടി കൊണ്ടാലും തൻ്റെ ലക്ഷ്യം ഫലം കണ്ടതോർത്ത് അവൾ മനസ്സിൽ ചിരിച്ചു. ശരി ദേവട്ട, നിങ്ങളെ പിരിയാൻ എനിക്കും കഴിയില്ല. എന്നാൽ നീ ഈ ബാഗൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കും. ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ. അവനെ കണ്ടതും അമ്മ മെല്ലെ ഒന്ന് ചിരിച്ചു. എല്ലാം കണ്ടും കേട്ടും ആ പാവം ഒന്നുകൂടി തളർന്നിരിക്കുന്നു. അമ്മയ്ക്ക് പോകാൻ സമ്മതമാണെന്നും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നും സുമിത്ര ഒരു പാവമാണെന്നും ഒക്കെ അവനോട് അമ്മ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അത് കാണാൻ കഴിയാത്തത് കൊണ്ട് അവൻ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു മുറിയിലെത്തുമ്പോൾ സുമിത്ര കുഞ്ഞിനെ ഉറക്കി കിടത്തിയിരുന്നു. അടികൊണ്ട് അവളുടെ കവിൾ കരുനീലിച്ചിട്ടുണ്ടെങ്കിലും സന്തോഷവതിയായിരുന്നു അവൾ. നിനക്ക് വേദനിച്ചു സുമിയെ? അവളുടെ കവിളിൽ തഴുകിക്കൊണ്ടവൻ ചോദിച്ചു. ഇല്ല വേണോട്ടാ, എൻ്റെ വേദനയൊക്കെ പോയി. ഇനി ഇന്ന് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇനി ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. സുമി, നമുക്ക് ഇപ്പോൾ ഒരിടം വരെ പോകണം. മോനെ എടുക്ക്. അവൻ ഉറങ്ങിക്കിടക്കുന്ന മോനെ നോക്കി പറഞ്ഞു. എങ്ങോട്ടാ വേണോട്ടാ ഈ പാതിരാത്രിയിൽ? അവൾക്ക് ആകാംക്ഷ അടക്കാനായില്ല. അതൊക്കെ പറയാം, നീ കുഞ്ഞിനെടുക്ക്, വേഗം വേണം. തെല്ലൊരമ്പരപ്പോട് കൂടിയും ആകാംക്ഷയോട് കൂടിയും അവൾ കുഞ്ഞിനെയും കൊണ്ട് അവനൊപ്പം നടന്നിറങ്ങി. കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവർ പരസ്പരം സംസാരിച്ചതേയില്ല. കാർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിർത്തിയപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി. കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ അത് അനുസരിച്ചു. കുഞ്ഞിനെ അവൻ വാങ്ങി തൻ്റെ തോളിൽ കിടത്തി കുറച്ച് നടന്നു. അമ്മത്തൊട്ടിൽ എന്നെഴുതി വച്ചിരിക്കുന്ന ബിൽഡിങ്ങിന് മുന്നിൽ അവർ നിന്നു. സുമി, ഞാൻ നമ്മുടെ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. വേണുവേട്ട, അവൾ അലറി വിളിച്ചു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ വേണുവേട്ട? നമ്മുടെ കുഞ്ഞിനെ. അവൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ കുഞ്ഞിനെ വേണുവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. ഞാൻ നൊന്തുപെറ്റ എൻ്റെ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുവന്ന നിങ്ങളൊരു ദുഷ്ടന, നീചൻ. വെറുപ്പോടെ അവളത് പറയുമ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശരിയാ, ഞാൻ ദുഷ്ടനും നീചനും ഒക്കെയാണ്. അപ്പോൾ എന്നെ നൊന്തുപെറ്റ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറയുകയും അവരുടെ മരണം വരെയും ആഗ്രഹിച്ച നിന്നെ ഞാൻ എന്ത് വിളിക്കണം സുമി? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അവൾ. ശരിയാണ്, ഞാൻ എന്തൊരു ക്രൂരയാണ്. താൻ പറഞ്ഞു പോയ ഓരോ വാക്കുകളും അവളെ ഉറ്റുനോവിപ്പിച്ചു. വേണുവേട്ടാ, എനിക്ക് അമ്മയെ കാണണം. നമ്മുടെ അമ്മയെ ഞാൻ നോക്കും. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ അമ്മയോട് എനിക്ക് മാപ്പ് പറയണം. വേണുവിൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അവൾ തിരിച്ചറിയുകയായിരുന്നു അമ്മ എന്ന പദവി അനിർവചനീയമാണെന്ന്. ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.